ജോസഫ് സംസാരിക്കുന്നു. മുഖത്ത് തന്നെ വ്യക്തമാണ് വലിയ സന്തോഷത്തോടുകൂടി സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുൻപാകെ. അതെയോ സ്റ്റെപ്പ് ചേർന്നോ? വലിയ സന്തോഷമുള്ള വക്കീല്. UDF തികഞ്ഞ സന്തോഷത്തിലാണ്. ജനങ്ങൾ, കേരള ജനത ഞങ്ങൾക്കൊപ്പം അതിശക്തമായ പിന്തുണ നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഞങ്ങൾ തുറന്നു കാട്ടി. ജനങ്ങളത് മനസ്സിലാക്കി. LDF പാടെ തള്ളിക്കളഞ്ഞു. UDF ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ്. കൂട്ടായ പരിശ്രമം, നല്ല മുന്നൊരുക്കം, നല്ല സ്ഥാനാർത്ഥികൾ, കഠിനാധ്വാനം, അതിൻ്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ റിസൾട്ട് വന്ന് വ്യക്തമായ വിശദാംശങ്ങൾ നൽകുന്നതാണ്. തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനിലും എല്ലാ സ്ഥലത്തും UDF ശക്തമായിട്ട് മുന്നേറിക്കൊണ്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ നമുക്ക് കാണാം. ഞാൻ വിശദമായിട്ട് പിന്നെ പറയാൻ ഫലം അനലൈസ് ചെയ്തിട്ട് പറയാം. സണ്ണി ജോസഫ് വലിയ സന്തോഷത്തിൽ തന്നെയാണ് UDF എന്ന് പ്രതികരിക്കുന്നു. തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചു എന്ന് അത് പരിശോധിച്ചിട്ട് പറയാം. പക്ഷേ പലയിടത്തും തിരിച്ചു വരാൻ കഴിഞ്ഞതിലെ സന്തോഷം മറച്ചു വെക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സെമി ഫൈനലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന UDF-നെ എടുത്തു കാണിക്കാൻ ഒന്നിലേറെ കോർപ്പറേഷനുകളടക്കം കയ്യിൽ നിൽക്കുന്ന സാഹചര്യം. കേരള ജനത ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് KPCC-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. LDF-ന്റെ കള്ളപ്രചാരണങ്ങൾ ജനം പാടെ തള്ളിക്കളഞ്ഞു. UDF ചരിത്ര വിജയത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം വിശദമായി പരിശോധിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ആണ് UDF ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടത്. അത് ജനങ്ങൾ കണ്ടു എന്നുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 3ാം വട്ടവും നവ്യ വിജയിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ഇപ്പോൾ ഏതാണ്ട് 12 സീറ്റുകളിൽ ആണ് NDA മുന്നിട്ട് നിൽക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായി വരുന്നത്. കോഴിക്കോടും അങ്ങനെ BJP വളർച്ചയിലേക്കാണ്. ആ നിലയിൽ BJPക്ക് ഇതൊരു കുതിപ്പ് എന്ന് തന്നെ പറയാം. ഇതാ BJP തിരുവനന്തപുരത്ത് അവരുടെ അംഗസംഖ്യ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. 38 ഡിവിഷനുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുമ്പോൾ LDF-ന് 25 മാത്രമാണ് മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം പോകുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ശക്തമായ മേൽക്കൈയും അപ്രമാദിത്യവും NDA നടത്തുമ്പോൾ പോലും അത് ഭരണത്തിലേക്ക് എന്ന സാഹചര്യം സൃഷ്ടിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇവിടെ UDF-ന് അഭിമാനിക്കാവുന്ന പോരാട്ടം 2ഇടങ്ങളിൽ ആണുള്ളത്. അതിൽ ഒന്ന് കൊച്ചി തന്നെയാണ്. കൊച്ചിയിൽ ഇതാ ഈ അഭിലാഷ് 40 വർഷത്തിന് ശേഷം ഗാന്ധിനഗറൊക്കെ UDF ജയിച്ചത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറയുന്നു. അത് ഒരു പക്ഷേ ഈ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് അടുത്ത 6 മാസത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് പോലും UDF-ന് പ്രതീക്ഷിക്കാം കൊച്ചിയിൽ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ വരുമ്പോൾ. നഗരഹൃദയങ്ങളിലെ വോട്ട് ചോർച്ച കോൺഗ്രസിനെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം തങ്ങൾ വിജയപ്രതീക്ഷ ഉറപ്പിച്ചിരുന്ന മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ എറണാകുളവും തൃശ്ശൂരും ഇടുക്കിയും കോട്ടയവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേറെ പ്രധാനപ്പെട്ട ജില്ലകൾ ആണ്. ആ ജില്ലകളിൽ തിരിച്ചുവരവ് നടത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി, ആ കൊച്ചിയുടെ മേയർ സ്ഥാനത്തേക്ക് വീണ്ടും കോൺഗ്രസിൽ നിന്നുള്ള ഒരു വനിത എത്തുന്നു എന്നത്. അതാണ് ഇനി നമുക്കറിയേണ്ടത്. മിനിയോ അതെയോ ദീപ്തി മേരി വർഗീസോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. കൊച്ചി കോർപ്പറേഷന്റെ ഭരണം UDF ഉറപ്പിക്കുകയാണ്. തൊട്ടടുത്തുള്ള കോർപ്പറേഷൻ എന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. അവിടെയും UDF മിന്നുന്ന മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UDF കേന്ദ്രങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന ഇപ്പോൾ ടോം ചേരുന്നുണ്ട്. ടോം, 2 കോർപ്പറേഷനുകൾ, അതിൽ കൊച്ചി ഭരണം ഉറപ്പിക്കുന്നു. ഇനി അറിയേണ്ടത് കൊച്ചിയുടെ മേയർ ആരെ എന്നതാണ്. എങ്കിൽ തൃശ്ശൂരിലും വലിയ മുന്നേറ്റമാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. UDF അവിടെ ഭരണം ഉറപ്പിക്കുകയല്ലേ?
തീർച്ചയായും അഭിലാഷ് 10 വർഷത്തിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം UDF തിരിച്ചുപിടിക്കുന്നത്. അതായത് 56 ഡിവിഷനുകളിൽ 29 UDF വലിയ മുന്നേറ്റം നടത്തുന്നു. 29 വിജയിച്ചിട്ടുണ്ട്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് UDF കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. നിലവിൽ 31 ഡിവിഷനുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് 3 ലീഡുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ സീറ്റ് നില വീണ്ടും വർദ്ധിക്കും. കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരണം അതായത് കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയ LDF 11 മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 8 NDA ഉണ്ട്. അതായത് NDA വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് NDA പോയി. കോൺഗ്രസിന്റേത് മിന്നുന്ന വിജയമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനെ കൂട്ടുപിടിച്ച് തൃശൂർ ഭരണം നിലനിർത്തിയ CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്ത് LDF-ഉം CPI-യും CPM-ഉം തമ്മിൽ പലയിടത്തും നേർക്കുനേർ മത്സരിച്ച അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് LDF-ന് തിരിച്ചടിയായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് തുടക്കം മുതൽ അവർ പ്രവർത്തിച്ചത്. പലയിടങ്ങളിലും അതായത് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്, അങ്ങനെ ഒരു വിമത ഭീഷണി കോൺഗ്രസിലൂടെ ഉണ്ടായില്ല. തുടക്കം മുതൽ തന്നെ UDF-ന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് NDA-യുടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിൽ സുരേഷ് ഗോപി വലിയ മുന്നേറ്റം നടത്തിയ പല മേഖലകളിലും ഇത്തവണ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ. അതാണ് കോർപ്പറേഷനിൽ നിന്നുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന നകുൽ ചന്ദ്രൻ അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെൺപകൽ വാർഡിൽ ആയിരുന്നു നകുൽ ചന്ദ്രൻ മത്സരിച്ചത്. മിന്നുന്ന വിജയം നകുൽ ചന്ദ്രൻ നേടിയിരിക്കുന്നു. 1-2 വോട്ടുകൾക്കല്ല, 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും ന്യൂസ് 18 കേരളത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബം ഒന്നടങ്കം നകുലിനെ അഭിനന്ദിക്കുന്നു. നകുലിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നല്ല ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ, ഏറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് ഒരു നഷ്ടം കൂടിയായിരുന്നു നകുൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന നകുൽ ഇപ്പോഴിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതും തിരുവനന്തപുരത്ത് NDA-യുടെ ഒരു മുന്നേറ്റമുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് നകുൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം എന്താണെങ്കിലും ഒരു വലിയ തിളക്കത്തിന്റെ ഭാഗം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അപർണ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനസേവനത്തിൽ നകുൽ ഒട്ടും പിന്നിലായിരിക്കില്ല. 100-ൽ 100 മാർക്ക് വാങ്ങാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ നകുലിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു വരുമ്പോൾ NDA നേടുന്ന മുൻതൂക്കത്തിൽ LDF ക്ഷീണിക്കുന്ന LDF-ന് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങൾ. LDF-നെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചിട്ടുണ്ട്. കൊല്ലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, കൊച്ചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശ്വസിച്ച് നിൽക്കാം.